ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ നിൽക്കുന്നത് നിമ്രാണ ഫോർട്ട് പാലസ്. ഇതാണ് ആ പാലസ്. കണ്ടോ, രാജസ്ഥാനിലെ ജയ്പൂരിൻ്റെ അടുത്താണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോഴേക്ക് ഒരു ഹെറിറ്റേജ് റിസോർട്ടാണ്. ആ പഴമ അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഒരുപാട് പുതുക്കി പണിത് ആകെ കുളവാക്കിയിട്ടൊന്നുമില്ല. നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കംപ്ലീറ്റ് ആ പഴമയിൽ തന്നെയാണുള്ളത്. നിങ്ങൾക്ക് ഈ അത്തരത്തിലുള്ള പഴയ കൊട്ടാരങ്ങളും മറ്റൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വരാട്ടോ, അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട്. എന്തായാലും ഇതാണ് റിസോർട്ടിൻ്റെ കാര്യം. നമ്മൾ റിസോർട്ടിൻ്റെ വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്. ഓപ്പോ റെനോ 10 Pro പ്ലസ് ഈ ഫോണുകളുടെ വീഡിയോ ആണ്. സോ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് ഫോണുകൾ ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ആൻഡ് ഒരു ക്വിക്ക് ലുക്ക്, ഒരു ഫസ്റ്റ് ലുക്ക് എടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് 10 Pro പ്ലസ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ 10 Pro പ്ലസ് 5G ഓപ്പൺ ചെയ്യാണ്. ഓപ്പോ എന്ന് എഴുതിയ ഒരു ചെറിയ ബോക്സ് താഴെയുണ്ട്. ഇതിനകത്ത് യൂഷ്വലി കേസ്, ഡോക്യുമെൻറ്റ്സ്, സിം ടൂൾ, ഇത്രയും തന്നെ. ഇനി ഫോൺ ഓപ്പൺ ചെയ്ത് നമ്മൾ കയ്യിലെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് 10 Pro പ്ലസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക്. പിന്നെ ഇത് കൂടാതെ 100 വാട്ടിൻ്റെ ഒരു ചാർജർ ബോക്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. 100 വാട്ടിൻ്റെ ചാർജറും ടൈപ്പ് C to ടൈപ്പ് A കേബിളും ബോക്സിലുണ്ട്. ആ 3.5 അഡാപ്റ്റർ ഒരു വെക്കാറുള്ളതാണ്, അത് തവണ കാണാനില്ല. സോ അത്രയുമാണ് ബോക്സിലെ കണ്ടന്റ്. ഇപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. നല്ല വെയിലാട്ടോ അവിടെ, പകൽ നല്ല വെയിൽ, ഒരു രക്ഷയില്ല. ഞാൻ വേർക്കാൻ സാധ്യതയുണ്ട്, വേർക്കുന്നുണ്ട് ഓൾറെഡി. എന്തായാലും ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. 194 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 8.28 mm ആണ് തിക്നെസ്. ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. ഇനി അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കിടക്കുന്നതിന് മുമ്പ് 10 Pro കൂടി ഒന്ന് അൺബോക്സ് ചെയ്യാം. ജസ്റ്റ് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം. മുകളിൽ കേസ്, ഡോക്യുമെൻറ്റേഷൻ അടങ്ങുന്ന ബോക്സ് ഉണ്ട്. പിന്നെ ഇതാ ഫോൺ 10 Pro എന്ന ഫോൺ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ചാർജർ വന്നിട്ട് വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ടൈപ്പ് C to A കേബിൾ ഇതിനകത്തുണ്ട് കേട്ടോ. ചാർജർ 80 വാട്ടിൻ്റെയാണ്. ഇതൊരു വ്യത്യാസമാണ് ബോക്സ് പാക്കിങ്ങിൽ. മറ്റേത് 100 വാട്ടായിരുന്നു. സോ ഇതാണ് പ്രോയും Pro പ്ലസ് തമ്മിലുള്ള ബോക്സ് പാക്കിങ്ങിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണാം, ഇതിൽ പെരിസ്കോപ്പിക് ക്യാമറ എന്ന് പറയുന്ന ആ ഒരു സൂമിംഗ് ക്യാമറയുടെ സംവിധാനം കാണാനില്ല. അത്രമാത്രമുള്ള വ്യത്യാസം. ബാക്കി ഡിസൈനൊക്കെ പക്ക സെയിം ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, രണ്ടും സൈഡ് ബൈ സൈഡ്. ആ പെരിസ്കോപ്പിക് ക്യാമറയുടെ ഒരു ഡിഫറൻസ് മാത്രമാണ് കാണുന്നത്. ബാക്കിയെല്ലാം രണ്ടും ഒരേ ലുക്ക് തന്നെയാണ്. എന്തായാലും രണ്ട് ഫോണുകൾ നല്ല പ്രീമിയം ലക്ഷറി ഡിസൈനിലുള്ള നല്ല ഫോണുകൾ തന്നെയാണ്. കയ്യിൽ പിടിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഒരു ആ ഫീല് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇനി ഇതിൻ്റെ ക്യാമറ, ഇതാണ് ഈ ഫോണിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. മെയിൻ ക്യാമറയും ഈ ടെലിഫോട്ടോ സൂമിംഗ് കപ്പാസിറ്റി ഉള്ള ക്യാമറ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫോക്കസ്. സോ ക്യാമറ സാമ്പിളുകൾ വിശദമായിട്ട് തന്നെ കാണാം. ഓപ്പോ മെയിനായിട്ടും ക്യാമറയ്ക്ക് പേര് കേട്ടവരാണ്. ഒന്നൊന്നായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യം ഞാൻ നൈറ്റ് ഫോട്ടോസാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല ഡീസൻ്റായ നൈറ്റ് ഇമേജുകൾ അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ ഇനിയും കുറച്ചും കൂടി നന്നാവണം തോന്നുന്നുണ്ടോ? എന്തായാലും ഈ ഒരു നിമ്രാണ ഫോർട്ട് പാലസിൻ്റെ ഭംഗി നല്ല രീതിക്ക് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു നൈറ്റ് ഫോട്ടോസ് കിട്ടുന്ന ഫോണാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതിൽ വൈഡ് ആംഗിൾ ക്യാമറയും കൂടിയുണ്ട്. വൈഡ് ആംഗിൾ ക്യാമറയുടെ റിസൾട്ട് ഇതായി കാണുന്ന പോലെയാണ്. വൈഡിലേക്ക് വരുമ്പോൾ ഇത്തിരി കളറുകൾ കുറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സോ അതൊന്ന് പ്രത്യേകം ഓർത്ത് വെച്ചോളൂ. നിങ്ങൾ വൈഡ് ക്യാമറ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഫോണിൽ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ക്യാമറയിൽ സൂമിംഗ്, ഒപ്റ്റിക്കൽ സൂമിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഡ് ആംഗിൾ ക്യാമറ ഇമേജ് ഈ രീതിയിലാണ് കാണുക. 1x നോർമൽ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ക്വാളിറ്റിയും റിസൾട്ടും കിട്ടുക. നൈറ്റ് ആണെന്ന് ആലോചിക്കണം. 3x ഒപ്റ്റിക്കൽ സൂം കൊടുത്താൽ ഈ രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ 6x ഡിജിറ്റൽ സൂം ആണ് വരുന്നത്. അത് ഈ രീതിയിലുള്ള റിസൾട്ട് നമുക്ക് തരുന്നുണ്ട്. സോ മൊത്തത്തിൽ സൂമിംഗ് കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴുള്ള റിസൾട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന പോലെയാണ്. അത്യാവശ്യം നല്ല ഇമേജുകൾ തന്നെയാണ് കിട്ടുന്നത്. പോർട്രേറ്റ് ഇമേജിലേക്ക് വരുമ്പോഴും വലിയ കുഴപ്പമില്ലെന്ന് പറയാം. ചില ഇമേജുകളിലൊന്നും ആ ഒരു സൈഡ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന അത്ര സുഖമില്ലെന്ന് കാണാം. എന്നാലും ഓവറോൾ കൊള്ളാം. ഡേ ലൈറ്റ് ഫോട്ടോസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന തരത്തിലാണ് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെ കിട്ടുന്നുണ്ട്. ഒരു ഇഷ്യൂസും ഇല്ല. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ഫോട്ടോസാണ്. പോർട്രേറ്റ് ഇമേജിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള റിസൾട്ടാണ്. പക്ഷേ അത് പേഴ്സണലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ടെന്ന് തന്നെ പറയാം. സെൽഫി ഇമേജിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള ക്വാളിറ്റിയാണ് കിട്ടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി സെൽഫി ഇമേജുകൾ. നമ്മുടെ കൂടെ നിമ്രാണ ഫോർട്ട് പാലസിൽ ഈ ഒരു ഓപ്പോയുടെ പരിപാടിക്ക് നമ്മുടെ ഒരു ശരത് നിയോൺ ടെക് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമ്മുടെ കൂടെ സെൽഫിക്കൊക്കെ ചേർന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിലെ നൈറ്റ് വീഡിയോസ് ഞാൻ ഇൻഡോർ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സിറ്റുവേഷനിൽ വീഡിയോസ് എടുത്തപ്പോൾ ഈ കാണുന്ന തരത്തിലാണ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ല വീഡിയോസ് തന്നെയാണ് കിട്ടുന്നത്. അവിടെ ചെറിയൊരു പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ക്ലിപ്പ് കാണാം. നല്ല മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. പുറത്തിറങ്ങി ഞാൻ പാലസിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തപ്പോഴും നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. സോ വീഡിയോസ് അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെൽഫി വീഡിയോയും നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിലെ സെൽഫി വീഡിയോ ഈ തരത്തിലുള്ളൊരു ക്വാളിറ്റിയാണ് നമുക്ക് തരുന്നത്. ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ് വിട്ട് ഡേ ലൈറ്റിലേക്ക് വരാം. വീഡിയോയുടെ കാര്യത്തിൽ ഡേ ലൈറ്റ് വീഡിയോസ് നമുക്ക് ഈ കാണുന്ന തരത്തിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡേ ലൈറ്റ് വീഡിയോസ് എടുക്കാം. കൂട്ടത്തിൽ 3x സൂം ചെയ്തുകൊണ്ടും നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ പാലസിൻ്റെ ടോപ്പിലേക്കൊന്ന് സൂം ചെയ്തിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് ഈ ഫോർട്ട് പാലസ് നമ്മളെ കവർ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതായത് എക്സ്പോഷർ കറക്റ്റ് ആവുന്നുണ്ടോ നോക്കാം. ഈ പാലസ് കിട്ടുന്നുണ്ടോ നോക്കിക്കോളൂ. സോ പാലസിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? എന്നെ എത്രത്തോളം നന്നായിട്ട് കാണാം, ഈ ഒരു പാലസ് എത്രത്തോളം നന്നായിട്ട് കാണാം, മൊത്തത്തിൽ കൊള്ളാവോ വീഡിയോ? ഒരു വ്ളോഗിനൊക്കെ വേണ്ടി നിങ്ങൾ ഇത് എടുത്താൽ മുതലാവോ? പിന്നെ ഇത്തരത്തിലുള്ള ഡുവൽ വീഡിയോ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതായത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോസ്. ഇതാണ് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത്. സോ ഒരു നല്ല ക്യാമറ അവരിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജും എല്ലാം നല്ലത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസും ഉണ്ട്. അത്യാവശ്യം ഗെയിമും കളിക്കാം. ഈ വിലയ്ക്ക് ഇതാണ് ഏറ്റവും നല്ല ഗെയിമിംഗ് ഫോണെന്ന് ആരും വിചാരിക്കേണ്ട. ബട്ട് ഈ ഫോൺ ഈ വിലയ്ക്ക് തീർച്ചയായിട്ടും നല്ല ഓപ്പോ ഫോണാണ്. പ്ലസ് അത്യാവശ്യം ഇതിനകത്ത് ഗെയിമും കളിക്കാം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ആൻഡ്രോയിഡ് 13 വരുന്നത്. ColorOS 13.1 വരുന്നത്. ഇതിൻ്റെ പെർഫോമൻസിൽ ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഓപ്പോയുടെ അൾട്രാ കണ്ടക്റ്റീവ് കൂളിംഗ് സിസ്റ്റം, അതായത് ഈ VC ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സോ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വരുന്നില്ല. കുറച്ച് ബ്ലോട്ട് വയേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അത് മറക്കണ്ട. അത് പൊതുവെ എല്ലാ ഓപ്പോ ഫോണിലും ഉള്ളതാണ്. അതൊക്കെ നമുക്ക് ഈ ജോഷൊക്കെ പോലുള്ള സാധനങ്ങൾ വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 4700 mAh ആണ് ബാറ്ററി. ഇവർ ബാറ്ററി ഹെൽത്ത് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ 45% സ്പേസ് ലാഭിക്കാനും അതേപോലെ 99.5% ഡിസ്ചാർജിങ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും സാധിച്ചു എന്നൊക്കെയാണ് മൊത്തത്തിൽ ഇവർ പറയുന്നത്. അതായത് ഈ ബാറ്ററി സൈക്കിളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഒക്കേഷണലി ചാർജ് ചെയ്യുന്നതിനൊക്കെ അനുസരിച്ചുകൊണ്ട് ബാറ്ററി സൈക്കിളുകൾ കഴിയുമ്പോൾ ബാറ്ററി ഹെൽത്ത് കുറയും. ഓരോ വർഷം 2 വർഷം കഴിയുമ്പോൾ ബാറ്ററിയുടെ ഹെൽത്ത് കുറയും. അത് 100 എന്നുള്ളത് 80% ആവാം, 90% ആവാം. അങ്ങനെയുള്ള ഇഷ്യൂസ് പെട്ടെന്ന് വരാം. ബട്ട് ഇവരുടെ ബാറ്ററി ഹെൽത്ത് എഞ്ചിൻ ഉള്ളതുകൊണ്ട് 4 വർഷം വരെ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ ബാറ്ററി സെറ്റപ്പ് എന്നാണ് അവകാശപ്പെടുന്നത്. പിന്നെ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ഒപ്പം തന്നെ 27 മിനിറ്റ് കൊണ്ട് അത് 100% 0 നിന്നും 100% ചാർജ് ചെയ്യും. റെനോയുടെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയ ഒരു ചാർജിങ് സെറ്റപ്പ്. ഇതിൽ തന്നെ ഇവർ TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്, സേഫ് ആണെന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്. അതേപോലെ 5 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്താൽ 2 മണിക്കൂർ ഗെയിം കളിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിനും ഇവർ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്, TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ. ഡിസ്പ്ലേ സൺലൈറ്റ്, ഞാനിപ്പോൾ ഓൾറെഡി ഡയറക്റ്റ് സൺലൈറ്റിലാണ് നിൽക്കുന്നത്. ഒരു ഇഷ്യൂ ഇല്ല, നൈസായിട്ട് എനിക്ക് കാര്യങ്ങൾ കാണാം. വിസിബിലിറ്റിക്കൊന്നും ഒരു പ്രശ്നവുമില്ല. 6.74 ഇഞ്ച് വരുന്ന ഒരു 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയ ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ OLED ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റിയിൽ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. HDR10+ പോലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഡോറിൽ 500 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസും ഔട്ട്ഡോറിൽ നമുക്ക് 1100 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസും കിട്ടുന്നുണ്ട്. സോ 1100 നിറ്റ് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ധാരാളമാണ്, ഒരു വിഷയമില്ല. മാത്രമല്ല HDR ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1400 നിറ്റ്സ് വരെ പോകുന്നുണ്ട്. സോ ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. 1 ബില്യൺ കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. HDR10+ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആമസോൺ പ്രൈം വീഡിയോയിലും മറ്റുമൊക്കെ നമുക്ക് HDRൽ തന്നെ കണ്ടന്റുകൾ കാണാൻ സാധിക്കും. 240 ഹെർട്സിൻ്റെയാണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. 1440 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. സോ ടോട്ടലി ഗുഡ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ അവർ കൊടുത്തു വെച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ഈ പറഞ്ഞത് Pro Plusൻ്റെ ഡിസ്പ്ലേയുടെ കാര്യമാണ്. പ്രോയുടെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസം 500 നിറ്റ്സിൻ്റെ നോർമൽ ബ്രൈറ്റ്നസ് പ്ലസ് 800 നിറ്റ്സിൻ്റെയാണ് ഔട്ട്ഡോർ ബ്രൈറ്റ്നസ്. 1100 ഇല്ല, ലേശം കുറവുണ്ട്. ബട്ട് അതുകൊണ്ട് വിസിബിലിറ്റിക്കൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. അതേപോലെ തന്നെ HDR ബ്രൈറ്റ്നസ് ആണെങ്കിൽ 900 നിറ്റ്സ് ആണ് വരുന്നത്, 1400 വരുന്നില്ല. ചെറിയ വേരിയേഷൻസ് പ്രോയിലേക്ക് വരുമ്പോൾ, കുറഞ്ഞ വേരിയിലേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഡിസ്പ്ലേയിലുണ്ട്. ബട്ട് ബാക്കിയെല്ലാം കൊണ്ട് ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്, ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി Reno 10 പ്രോയുടെ ക്യാമറ ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ ഇതിൽ വരുന്ന 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. വിത്ത് OIS 32 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും, ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ തന്നെ സെൽഫി ക്യാമറയും. എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് റിസൾട്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കുറച്ച് സാമ്പിൾസ് നമ്മൾ അതിൽ കണ്ട പോലെ തന്നെയാണ് ഇതിലും കാണുന്നത്. ആ ഒരു സൂമിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ പവർ മാത്രമേ ഒരു കുറവുള്ളൂ. ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിൽ കണ്ട പോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നില്ല. 10 പ്രോയിലേക്ക് വരുമ്പോൾ പെർഫോമൻസിലും വ്യത്യാസമുണ്ട്. സ്നാപ്ഡ്രാഗൺ 778 എന്ന 5G പ്രോസസ്സറാണ്. മറ്റേത് 8+ Gen 1 ആയിരുന്നു. ഇവിടെ 778 നിങ്ങൾ ഈ ഒരു പ്രൈസിന്, ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 40,000 റേഞ്ചിലാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോസസ്സർ ഡീസൻ്റായ പ്രോസസ്സറാണ്. നമ്മൾ ഇതിനുള്ള ഈ ഒരു പ്രോസസ്സർ വെച്ചിട്ട് ധാരാളം ഫോണുകൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ഉള്ളത് തന്നെയാണ്. ബട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ അറിഞ്ഞിടത്തോളം ആ റേറ്റിന് ഈ ഒരു ഫോൺ, ആ ഒരു പ്രോസസ്സർ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ അടിപൊളിയാണെന്ന്. ബട്ട് നിങ്ങളൊരു ഓപ്പോ ഫാനാണ്, ഓപ്പോ പൊതുവേ ഓഫ്ലൈൻ ഫോണുകളാണ്, അപ്പോൾ ഇത്തിരി വില കൂടും. അതൊക്കെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഡീസൻ്റായ പെർഫോമൻസ് ഉണ്ട്. നമുക്ക് വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ നൈസായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ കിട്ടിയിട്ടുള്ളൂ, ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ടെന്ന്. എന്നാലും ഓപ്പോയുടെ ColorOS വളരെ ക്ലീൻ ആൻഡ് ഈസി ടു യൂസ് ആണ്, നൈസാണ്. അതിൽ വേറെ ബഗ്ഗും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ ഓക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഒരിക്കലും ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എന്തായാലും ഇപ്പോഴേക്ക് പെർഫോമൻസിൽ ഇഷ്യൂ ഇല്ല. അത്യാവശ്യം ചെറുകിട ഗെയിമൊക്കെ വേണമെങ്കിൽ കളിക്കാം.
അതായത് 778 അത്യാവശ്യം പവർഫുള്ളായ ഒരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ 10 പ്രോയിലും ആൻഡ്രോയിഡ് 13ഉം ColorOS 13.1 ഒക്കെ തന്നെയാണ്. സോ അവിടെ വേറെ വ്യത്യാസമൊന്നും പറയാനില്ല. 10 പ്രോയുടെ ബാറ്ററിയും ലേശം കുറവാണ്, 4600 mAh ഉള്ളൂ. മറ്റേത് 700 mAh ആയിരുന്നു. 4600 mAh ആണ് ഇതിൽ വരുന്നത്. ചാർജിങ് 80 വാട്ടിൻ്റെയാണ്, മറ്റൊരു 100 വാട്ട് ഉണ്ടായിരുന്നു. സോ ഇത് 28 മിനിറ്റ് എടുക്കും ചാർജ് ആവാൻ. ചെറിയ വ്യത്യാസമുള്ളൂ ബാറ്ററിയുടെ കാര്യത്തിലൊക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല. സോ ഫൈനലി ഓപ്പോ റെനോ 10 പ്രോ പ്ലസ് റെനോ പ്രോ ഈ രണ്ട് ഫോണുകളുടെ വീഡിയോ ഇവിടെ നീംറാണ ഫോർട്ട് പാലസ് ജയ്പൂരിലെ, അതായത് രാജസ്ഥാനിലെ ജയ്പൂരിലെ ഈ ഒരു ലൊക്കേഷനിൽ വന്നുകൊണ്ടാണ് നമ്മൾ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ഷെയർ ചെയ്യുന്നത്. എന്തായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായവും ഈ ഫോർട്ട് പാലസിന് നിങ്ങൾ കണ്ട ഈ വ്യൂവിനെ കുറിച്ചുള്ള അഭിപ്രായവും ഒപ്പം തന്നെ ഈ ഫോണുകളെ കുറിച്ചുള്ള അഭിപ്രായവും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒപ്പം തന്നെ ഈ ഫോണുകൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിതിൻ്റെ പ്രൈസ് കൃത്യമായിട്ട് അറിയില്ല. അറിയുന്ന വഴിക്ക് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. അത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഫോണുകളെ വിലയിരുത്താൻ. സോ അത്രയുമാണ് നമ്മുടെ ചെറിയ ടെക് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.